ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയൊക്കെ നല്ല ഉഷാറായിരുന്നു. ചാടിത്തുള്ളി നടന്ന ഞാനാണ്. പിന്നെ നല്ല ത്രോട്ട് പെയിൻ ആയി, പനി പിടിച്ചു, തീരെ വയ്യാണ്ടായി. ഇവിടെ ഒന്നാമത് നല്ല തണുപ്പാണ്. രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ മുന്നത്തെ എപ്പിസോഡിൽ വീഡിയോയിൽ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പോഴത്തേ ഫുള്ള് ഞാൻ കവർ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ രണ്ടെണ്ണമൊക്കെ ഇട്ടിട്ട് ഭയങ്കര പൊടിയായിരുന്നു. പൊടിയും ആ കളറും എല്ലാം കൂടെ ആയിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്, ഭയങ്കര സ്നേഹമൊക്കെയാണ്. അപ്പോൾ ഞാൻ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കുവാണ്. അപ്പോൾ ഇവരായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അതായത് ഇത് കുറേ ഗ്രാമങ്ങളിൽ നടക്കുന്ന, അതായത് ഇത് വർഷത്തിൽ ഒരു ദിവസം നടക്കുന്ന ഫെസ്റ്റിവലാണ് ഈ വീർ ഫെസ്റ്റിവൽ. അപ്പോൾ 10 ദിവസത്തോളം ഈ ഫെസ്റ്റിവൽ ഉണ്ടാവും. ഇതിൻ്റെ ലാസ്റ്റ് ഉള്ളത് 22, 23 ലാസ്റ്റ് 2 ദിവസം. അന്ന് ഭയങ്കര തിരക്കും ഇതൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ 15 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിരക്കൊന്നും ആയിട്ടില്ല. എന്നാൽ പോലും ഇവിടെ നല്ല ക്രൗഡാണ്. അപ്പോൾ ഈ ഓരോ വില്ലേജിലെ ആളുകൾ ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ 50 കിലോമീറ്ററുള്ള ആളുകളൊക്കെ അവിടുന്ന് രഥം പോലത്തെ എന്തെങ്കിലും ഒരു ഇത് അവരിങ്ങനെ സമർപ്പിക്കാനായിട്ട് ഒരു സാധനമായിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഫാമിലിയൊക്കെ ഇവിടെ ഗസ്റ്റ് ഉൾപ്പെടെ എല്ലാം കൊണ്ട് വന്നേക്കാണ്. ഇവരിങ്ങനെ ടെൻറ്റ് കെട്ടിയേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ കിടന്നുറങ്ങുന്നത്. അതായത് ഈ 10 ദിവസത്തെ ഈ ഫെസ്റ്റിവലിൽ 10 ദിവസം ഈ ഏതൊക്കെ വില്ലേജിലെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടോ അവരൊക്കെ ഇവിടെ വന്ന് ടെൻറ്റ് കെട്ടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. വേറെ എങ്ങോട്ടും പോകില്ല. ഇതിനായിട്ട് 10 ദിവസം സ്പെൻഡ് ചെയ്യും. എന്തൊക്കെ വലിയ കാര്യങ്ങളുണ്ടെങ്കിലും അവരത് മാറ്റി വെച്ചിട്ട് എല്ലാ വർഷവും 10 ദിവസം അവരിവിടെ സ്പെൻഡ് ചെയ്യുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പം ഈ പുള്ളിക്കാരനൊക്കെ കടയൊക്കെ ഉണ്ട്. അപ്പോൾ കടയൊക്കെ ഓൾറെഡി അടച്ച് പൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവർ എൻ്റെ അടുത്ത് പറയാം 10 ദിവസം കടയും നമ്മൾ ലാഭമൊന്നും നോക്കൂല, എല്ലാം അടച്ചു പൂട്ടിയിട്ടാണ് ഇങ്ങോട്ട്. ഓക്കെ, यहाँ पे किसी होटल में बड़े होटल में खाना खाएंगे एकदम क्लीन एंड क्लियर ऐसा नहीं. यहाँ पे आएंगे जैसा भी है वैसा है. वो पूरा आदमी ऐसा ड्रेसिंग करेगा ना? हाँ, वाइट ड्रेस, सर पे टोपी, पाजामा और कुर्ती. वही ड्रेस रहेगा. छोटा बच्चा हो या बड़ा बूढ़ा हो, जो भी रहेगा वैसे रहेगा. ഓക്കെ, ठीक है. അപ്പോൾ അവരെല്ലാം ആ ഒരു ഡ്രസ്സിൽ തന്നെ ആവുമെന്ന് പറയാണ്. അപ്പം ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ തന്നു. ചൂടുവെള്ളം കുടിക്കുകയാണ്. ഭയങ്കര ത്രോട്ട് പെയിൻ ഉണ്ട്, എക്സ്ട്രീം ആയിട്ടാണല്ലോ. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല, കുറേ നേരം ഞാൻ ഇറങ്ങിയിട്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ തീരെ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഇപ്പോൾ ഇവർ കുറേ ഇൻഫോർമേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ നാളെ ഞാനത് വിട്ടു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്, കളർഫുൾ ആയിട്ടുള്ള ഇതെല്ലാം വിൽക്കുന്ന. ഇതാണ് മെയിൻ. ആകെ ഒരു റെഡ് കളർ മാത്രമേ ഉള്ളൂ അതിവിടെ വിൽക്കുന്ന കുറേ കടകൾ കാണാം. പിന്നെ രാത്രിയും പകലും ഫുൾ ടൈം 24 hours ഇവിടെ മൊത്തം ആളുകളാണ്. രാത്രിയൊക്കെ പിന്നെ കുറേ ആൾക്കാർ വരും ഓരോന്ന് പ്രാർത്ഥിക്കാനായിട്ടും സാധനങ്ങൾ മേടിക്കാനും. ഈ തേങ്ങയൊക്കെ ഉണ്ടോ, നേർച്ച പോലെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും നെറ്റിയിൽ വലിയ കുറിയാണ് ഇട്ടേക്കുന്നത്, കണ്ടില്ലേ? നോക്കിയേ, ചെറിയ പിള്ളേരായാലും വലിയ ആൾക്കാരൊക്കെ വലുതായിരിക്കും തൊട്ടിട്ടുണ്ടാവുക. പോണ വഴി മൊത്തം റെഡാണ്. എൻ്റെ ചെരുപ്പെല്ലാം മൊത്തം റെഡായിട്ടുള്ളത്. മൊത്തത്തിൽ റെഡിലാണ് കുളിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പൊടിയുടെ അലർജിയും കൂടെ ആവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് എങ്ങനെ എന്ത് പൊടി അടിച്ചാലും അലർജിയാണ്. എവിടെ നോക്കിയാലും റെഡ് മയം. കാണാനൊക്കെ ഭയങ്കര രസം. ഇത് തേങ്ങയാട്ടേ കിടക്കുന്നത്, തേങ്ങേൻ്റെ പൂളാണ്. കണ്ടോ, കുറേ ഇങ്ങനെ കിടക്കുന്നത്. ഉള്ളിലൊക്കെ ഇപ്പോൾ ഫുള്ള് തിരക്കാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൾ ഓൾറെഡി ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയേക്കുവാണ് കേട്ടോ. എൻ്റെ മേലൊക്കെ അവർ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ ഇടുവാണ്. അപ്പോൾ ഞാൻ അതുവഴി പോയതുകൊണ്ട് ഡ്രസ്സിലൊക്കെ ആക്കി. ഇവിടെ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് ഫുള്ള് മേത്താക്കിക്കൊണ്ടിരിക്കും. ഫുൾ ടൈം കാലിതേ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടാ. ഇവരുടെ ഓഫീസിൽ ഇരിക്കുകയാണ് ഞാൻ. ഇവിടെ വൈഫൈ ഒക്കെ ഉള്ളൂ. എൻ്റെ ജിയോനോടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് 2 ടൈപ്പുള്ള തൊപ്പി ഉണ്ടെന്നൊക്കെ പറയുകയാണ് ആള് സംസാരിച്ചിട്ട്. ഇത് ഒരു ടൈപ്പ്, ഇത് കേർവ് ആയിട്ടുള്ളത്, മറ്റേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അത് സത്താര എന്ന് പറഞ്ഞാൽ മറ്റേ ശിവാജി ഛത്രപതിയുടെ ടൈപ്പ്. ഇത് വേറെ ടൈപ്പ്. അങ്ങനെയാണ് 2 ടൈപ്പ് ഉണ്ട്. എല്ലാവരും ഇത് തലയിലിട്ട അവരുടെ ട്രഡീഷനാണ് ഈ തൊപ്പി. ഇതിട്ടാൽ മാത്രമാണ് അവർക്ക് ഡാൻസ് കളിക്കാനും അത് രഥവും എടുത്ത് നടക്കാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. കണ്ട അവരുടെയൊക്കെ ഡ്രസ്സിൻ്റെ കളറും ഒക്കെ എൻ്റെ തന്നെ മൊത്തം കൈയും കാലും ഒക്കെ ഇതായിട്ടാണുള്ളത്. കുർത്ത പൈജാമ. പിന്നെ ഇവിടുത്തെ വീടുകളിലൊന്നും ഡോർ ഇല്ലെന്നാണ് ഇവര് പറഞ്ഞത്. ഞാൻ കുറേ സംസാരിക്കുമായിരുന്നു. അതിൻ്റെ കാരണം
ഇവിടുത്തെ ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ കള്ളന്മാരോ അങ്ങനെയൊന്നുമില്ല. പുറത്തുനിന്ന് കള്ളന്മാർ വരുമോ എന്നറിയില്ല, അങ്ങനെ ഇൻസിഡൻറ്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവരങ്ങനെ ആ ദൈവത്തിനെ പേടിച്ച് അങ്ങനെ കക്കാനും മോഷ്ടിക്കാനൊന്നും വരില്ല. അതുകൊണ്ട് വീടുകളിലൊന്നും ഡോറില്ല. അത് അവരുടെ എന്താ പറയുക വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ളത്. അങ്ങനെയാണ് അവർ പറയുന്നത്. ഞാൻ ഇവിടുത്തെ ആളുകളുടെയൊക്കെ വീട്ടിൽ വന്നേക്കുവാണ് കേട്ടോ. അപ്പം നമ്മളിത് ഇവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അവർ ചൂടുവെള്ളമൊക്കെ തന്നു. എനിക്ക് ഗ്രാമ്പൂഒക്കെ എന്തോ എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നു. എനിക്ക് ത്രോട്ട് പെയിൻ ആയതുകൊണ്ട്. അപ്പം നമ്മളിവിടെ ഓരോ ഫെസ്റ്റിവലിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. This festival happen for Bhagwan's wedding. Wedding happen on 11th February, and this all yatra like Bharat. So this yatra will happen from to 23rd. On 23rd, last day of yatra, and there is a like color of violet color spreading on all people. Violet? Not red. Not red? Red. Which day? Which day? Violet. 23rd. 23rd it's violet. Last day 23rd. Oh, last day 23rd. Yes. Okay. On that day, yatra will stop. Okay. Like It's called Yatra. Yatra. Veer Yatra. Veer Yatra. Why it's called like that? This Veer Yatra means like festival. In English festival, in Marathi, Maharashtrian language Yatra. Yatra. Oh. Because of why Veer? Because of Veereshwar. The Prabhu Sri Ramchandra making idol of Mahadev. There is a temple Veereshwar because of Veer. Okay. In our place, Yatra means travel. In Yatra my place, means? in my language, Yatra means travel. Yatra means travel. Travel. Yes. Lot of people come here like yatra, like by Walking? walking, Okay. by bus, by bullock cart. From Monday, bullock cart will starting. Oh. Monday. Okay. Because of these people tell us our grandfather, his father, like how we'll call like different my father, grandfather from they will use From to come here like for bullock cart. Okay. So they will travel by bullock cart. ഓ So കാളവണ്ടിയിൽ വരുമെന്നാ പറയുന്നേ. ഓക്കെ. his child, his grandchild will come from here. ഓക്കെ. Some people come from 2 days, 3 days, like. ഓക്കെ. താങ്ക് യു. ഹലോ, ഞാൻ ഇന്നലെ നൈറ്റ് അവരുടെ വീട്ടിൽ സംസാരിച്ചിരുന്നിട്ട് അവിടെ തന്നെ ഞാൻ നിന്നു. എനിക്ക് പോകാനൊന്നും പറ്റുന്നുണ്ടായില്ല, ഭയങ്കര തണുപ്പായിരുന്നു, എനിക്ക് പറ്റുന്നുണ്ടായില്ല. ഞാൻ രാത്രി തന്നെ ഫ്ലൈറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചു. തീരെ വയ്യാണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഭേദമായിട്ടുണ്ട്. ഇപ്പോഴും മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ഒളിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ രാത്രി. ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഇതേ ഇവിടെ ഫുള്ള് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. ഞാനിതേ റൂമിൻ്റെ കീ ഞാൻ മറ്റേ എൻ്റെ ഫ്രണ്ട് സ്പന്ദന അവൾക്ക് കൊടുത്തിട്ട് പോവാണ്. ഞാൻ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നാട്ടിലേക്ക് വരണോ അതോ റെസ്റ്റ് എടുത്തിട്ട് എങ്ങോട്ടേലും പോകണോ? ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങണം. ഇവിടുത്തെ പൊടിയും ഇവിടുത്തെ ഈ എന്താ പറയുക കളറും ആ സംഭവവും പിന്നെ എന്താ പറയുക ഈ ക്രൗഡും എല്ലാം കാരണം എനിക്ക് എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ നെറ്റ്വർക്ക് പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് മെയിൻ റോഡിലെത്തി നെറ്റ്വർക്ക് കിട്ടിയിട്ട് വേണം ഒന്ന് തീരുമാനിക്കാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് റെസ്റ്റ് എടുക്കേണ്ടതെന്നെല്ലാം. मंदिरातून बाहेर पडण्यासाठी दक्षिण दरवाजाचा वापर करायचा आहे. पूर्व दरवाजातला भाविकांनी അവിടുന്ന് ഇറങ്ങി നടക്കുവാട്ടോ ബാഗായിട്ട്. തീരെ വയ്യ, ഭയങ്കര ടാസ്ക്. അതിനിടയിൽ ഞാൻ നല്ലൊരു വീഴ്ചയും വീണു. എന്തുണ്ടായെന്ന് അറിയില്ല, ഒറ്റയ്ക്ക് താഴെ വീണു. എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡൊക്കെ പൊട്ടി. തീരെ വയ്യ, എന്താ അറിയില്ല. പനിയുണ്ട്, പക്ഷെ മരുന്നൊക്കെ കഴിച്ചെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട്. ആകെ ക്ഷീണം, മരിച്ചു പോകുന്നതന്നെ തോന്നുന്നൊരവസ്ഥ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലാവും അസുഖം. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇവിടുന്ന് പോകാൻ എന്തെങ്കിലും വണ്ടി കിട്ടുമോയെന്ന് അറിയില്ല. ബസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ. ഭയങ്കര ഉള്ളിലേക്ക് ഒരു ലാസ്റ്റ് വില്ലേജാ. ഇതൊക്കെ സർക്കസ് ചെയ്യുന്ന പിള്ളേരൊക്കെ നമുക്ക് കാണാം.
ഒരു ഇതിൽ തന്നെ ബാലൻസ് ചെയ്ത് നിൽക്കുവാണ്. രാവിലെ ഒന്ന് വൈകുന്നേരം വരെയൊക്കെ അവരവിടെ നിൽക്കും കേട്ടോ. പൈസയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്ന നോക്കിയേ. അവിടുന്ന് കുറച്ചു ദൂരം നടന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പൂനെയിലൊക്കെ വന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് റെസ്റ്റ് എടുത്താണ് പോണേന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചിട്ട് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you so much. Always welcome. हड़पसर पुणे. ओके, इधर देखने के लिए आया? आज आया? हाँ. आज बहुत क्राउड है, संडे है ना, की वजह से इसके हर लिए। साल आते हैं हम. हाँ ठीक है, पूरा रेड है ना, कार में भी रेड हो जाएगा. Red. हाँ ओके, थैंक यू. Hi. Nice to meet you. Thank you so much. Happy journey. താങ്ക് യു. ഞാൻ സ്വാത്സ്വത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ബസ്സിലാണ് പോകുന്നത്. ഇവിടുന്ന് ഹഡപ്സർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്ക് ബസ് കയറണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ആ കാറിലിരുന്ന് ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഹഡപ്സർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ഞാൻ ഫ്ലൈറ്റിൽ പോകണം. ഊബർ വിളിച്ചിട്ട് വേണം പോയി. തീരെ വയ്യ, ഇങ്ങനെ മിണ്ടാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അതാണ് അവസ്ഥ. ഞാനിതാ ബസ് കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹഡപ്സറിൽ വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്ന ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3-4 വർഷം മുന്നേ നാഗ്പൂർ വെച്ചിട്ട് എനിക്ക് ലിഫ്റ്റ് തന്ന ഒരാളാണ്. അത് ഒരു പോലീസുകാരനായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ആള് എൻ്റെ സ്റ്റോറി കണ്ടു, ഞാൻ പൂനെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ആള് ഇവിടെ എന്തോ മാച്ച് നടക്കുന്നുണ്ട്, അപ്പോൾ അതെന്തോ കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പം അങ്ങനെ ആള് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പോൾ കാണാൻ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം. ഹായ്, कैसे हो? एकदम ठीक है. अच्छा और आप लास्ट टाइम हमको नागपुर में मिले और आज यहाँ कैसा फील हो रहा है? हाँ, मैं उसका बाद नहीं सोच, हिंदी अभी भूल गए. ओके ओके ओके, कोई बात नहीं. ഞാൻ കുറേ ഹിന്ദി പറയണ്ട്, ഹിന്ദി മറന്നുപോയി. ഹിന്दी अभी भूल गए. अरे कोई बात नहीं. उस समय हम मिले थे, आपको मैंने लास्ट टाइम लिफ्ट दिया था. हाँ. उसके बाद आज डायरेक्ट पुणे में. हाँ. नागपुर से 900 किलोमीटर दूर है पुणे. हाँ. आज अपन यहाँ मिले. बहुत अच्छा लगा आपसे मिलके. ठीक है, താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ടതിൽ. കാരണം നാഗ്പൂരിൽ നിന്ന് പണ്ട് കണ്ടത് വീണ്ടും ഒരിക്കലും ആ ഞാൻ ലിഫ്റ്റ് അടിച്ച ആള് നമ്പർ വാങ്ങിച്ചുകൊണ്ട് മാത്രം വീണ്ടും കാണാൻ പറ്റിയെന്ന് അവരുടെ ഭാഗ്യം. ഓക്കെ, താങ്ക് യു. थैंक यू. बाय. ഫ്ലൈറ്റൊക്കെ കയറി ഞാൻ റൂമിലേക്ക് വന്നു. ഭയങ്കര വയ്യാണ്ടാണ് ഞാൻ വന്നത്. ഭയങ്കര പനിയായിരുന്നു. ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്ന സമയത്ത് ത്രോട്ട് പെയിനും എല്ലാം ഉള്ളതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടായിരുന്നു. മൊത്തം കുറേ കഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ എത്തിയത്. ഫ്ലൈറ്റ് എടുത്തില്ലായിരുന്നു ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നിട്ട് ഹോസ്പിറ്റലിലായി പോയേനെ. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് തന്നെ ഇപ്പോൾ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് ഓവർ തന്നെ ചെയ്യുന്നത്. കുറേ ദിവസമായിട്ട് വയ്യാണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി കുറേ മെഡിസിനൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒന്ന് ഓക്കെ ആയത്. സോ ഈ വീഡിയോ ഞാനിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.